ഇന്ത്യയുടെ പ്രതിരോധ ലോകത്തെ ഒരു വലിയ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അതും വളരെ വേഗത്തിൽ. കഴിഞ്ഞ ആഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സംഘം ഏകദേശം 72,000 കോടി രൂപയുടെ, അതായത് ഏകദേശം 8.7 ബില്യൺ ഡോളറിന്റെ പുതിയ ആയുധങ്ങൾക്കായുള്ള ഒരു വലിയ കരാറിനാണ് അംഗീകാരം നൽകിയത്. സ്പൈസ് 1000, എയർലോറ, ഐസ് ബ്രേക്കർ തുടങ്ങിയ ഇസ്രായേലി സ്മാർട്ട് ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു വലിയ കരാറാണ് ഇത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്പൈസ് 1000 ആണ്. ഏകദേശം 500 കിലോഗ്രാം ഭാരമുള്ള ഒരു സൂപ്പർ സ്മാർട്ട് ബോംബ് കിറ്റാണ് ഇത്. സ്പൈസ് എന്നാൽ സ്മാർട്ട്, പ്രീസൈസ്, ഇമ്പാക്ട്, കോസ്റ്റ് എഫക്റ്റീവ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. റാഫേൽ എന്ന ഇസ്രായേലി കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്പൈസ് 1000 എന്നത് സാധാരണ സ്മാർട്ട് ബോംബുകളിൽ നിന്നും വളരെയധികം വ്യത്യാസമാണ്. നമുക്കറിയാം, ആധുനിക യുദ്ധത്തിൽ ശത്രുക്കൾക്ക് GPS സിഗ്നലുകൾ ജാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാധാരണ സ്മാർട്ട് ബോംബുകളെ ഇത് അന്ധമാക്കും. എന്നാൽ ആ സ്ഥാനത്ത് സ്പൈസ് ആവട്ടെ അതിന്റെ സ്വന്തം കണ്ണുകൾ ഉപയോഗിക്കുന്നു. അതായത് ഇതിലടങ്ങിയിരിക്കുന്ന ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ചിത്രങ്ങൾ എടുക്കുന്ന മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് പറക്കലിന്റെ മധ്യത്തിൽ അതിന്റെ പാത ശരിയാക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതിന് ലക്ഷ്യത്തിൽ നിന്ന് 3 മിനിറ്റിനുള്ളിൽ എത്താൻ കഴിയും. അതേപോലെ തന്നെ ഇത് എയർ ഡ്രോപ്പ് ചെയ്യാവുന്ന അൺഗൈഡഡ് ബോംബുകളെ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. GBU-15 പോലുള്ള മിക്ക EO ഗൈഡഡ് ബോംബുകളിലും സാധാരണയായി കാണാത്ത സാങ്കേതിക വിദ്യയാണ് സ്പൈസസ് ഗൈഡഡ് ബോംബിൽ ഉള്ളത്. ഒരേ സമയം തന്നെ നിരവധി ലക്ഷ്യങ്ങൾക്ക് ഡ്രോപ്പ് ആൻഡ് ഫോർഗെറ്റ് ഓപ്ഷൻ നൽകുകയും എല്ലാ കാലാവസ്ഥയിലും ലൈറ്റിംഗ് സാഹചര്യങ്ങളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്പൈസ് കിറ്റിൽ 100 ലക്ഷ്യസ്ഥാനങ്ങൾ വരെ പ്രീ ഫ്ലൈറ്റിൽ ഘടിപ്പിക്കാൻ കഴിയും. അവ ഫ്ലൈറ്റിൽ ആക്സസ് ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയും. ഇന്ത്യ ഈ സ്പൈസ് 1000 കിറ്റുകൾ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ പരിധി 100 മുതൽ 125 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇന്ത്യയുടെ ഈ പ്രതിരോധ കരാറിൽ 1000 സ്പൈസ് 1000 കിറ്റുകളാണ് ഉൾപ്പെടുന്നത്. ഇവ ബ്രൂട്ട് ഫോഴ്സ് വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് പകരം ഉയരം, ചലനാത്മകത, സ്വയംഭരണ നാവിഗേഷൻ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഗ്ലൈഡഡ് എക്സ്റ്റൻഡഡ് യുദ്ധോപകരണ വിഭാഗത്തിലാണ് പെടുന്നത്. ഇതിന്റെ വിശ്വസനീയമാക്കുന്ന സവിശേഷതകളിൽ മിഡ് കോഴ്സ് ടാർഗറ്റ് വെരിഫിക്കേഷൻ, ടെർമിനൽ ഇമേജ് കോറിലേഷൻ, സ്വയംഭരണ സ്റ്റാൻഡ് ഓഫ് ശേഷി എന്നിവ ഉൾപ്പെടുന്നു. ഏകദേശം 500 കിലോഗ്രാം ഭാരമുള്ള ഈ സ്പൈസ് 1000 കിറ്റുകൾ 1000 LB, 2000 LB ഉള്ള പെനിട്രേഷൻ വാർഹെഡുകളെ GPS ഇല്ലാത്ത പരിതസ്ഥിതിയിൽ പോലും കൃത്യതയോടെ ഒരേ സമയം ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തുന്ന കൃത്യതയുള്ള സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ആയുധങ്ങളാക്കി മാറ്റുന്നു. ഇത് പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങളാണ്. അതായത് വിക്ഷേപണത്തിന് ശേഷം നിരന്തരമായ മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. നൂതനമായ സീൻ മാച്ചിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവയ്ക്ക് ലക്ഷ്യങ്ങളെ യാന്ത്രികമായി തിരിച്ചറിയാനും ഇല്ലാതാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഒരു ലക്ഷ്യത്തെ സമീപിക്കുമ്പോൾ ഈ ബോംബുകൾക്ക് ആക്രമണത്തിന്റെ ദിശയും കോണും മാറ്റാൻ സാധിക്കും. ഒറ്റ പറക്കലിൽ ഒന്നിലധികം ദൗത്യങ്ങൾ നടത്താൻ കഴിയും. GPS ജാമിംഗ് ഇതിനെ ബാധിക്കുകയില്ല. കൂടാതെ നിലത്ത് വിക്ഷേപിക്കുന്നതിന് മുമ്പോ ഓൺബോർഡിൽ പ്രവർത്തിക്കുമ്പോഴോ ദൗത്യം ആസൂത്രണം ചെയ്യാനും സാധിക്കും. ഭാവിയിലെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെ ആയിരിക്കുകയില്ല. ശത്രു നമ്മുടെ സംവിധാനങ്ങളെ അന്ധമാക്കാനും നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും അതേപോലെ തന്നെ വളരെ അടുത്തു പറക്കുന്ന എന്തിനേയും വെടിവെച്ചിടാനും ശ്രമിക്കാം. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇവ ഓരോ വർഷവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ്. അതായത് സ്വന്തമായി ചിന്തിക്കുന്ന മിസൈലുകൾ വരെ ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ തീരുമാനം ഇപ്പോൾ ഈ സ്പൈസ് 1000ലേക്കും എയർലോറയിലേക്കും തിരിഞ്ഞിരിക്കുന്നത്. അടുത്ത ആയുധമാണ് എയർലോറ. അതായത് 400 കിലോമീറ്റർ അകലെ നിന്ന് പോലും ആക്രമിക്കാൻ സാധിക്കുന്ന, ഏകദേശം 1600 കിലോഗ്രാം ഭാരമുള്ള, ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കുന്ന, ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ജാം ചെയ്യാൻ കഴിയാത്ത നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന മിസൈൽ, അതാണ് എയർലോറ. നമ്മുടെ ഇന്ത്യ ഇതിനകം തന്നെ സുഖോയ് 30, MiG-29 യുദ്ധവിമാനങ്ങൾ, റാംപേജ് എന്ന് വിളിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഇത് നല്ലതാണ്. എന്നാൽ ഇവ ഉപയോഗിക്കുന്നതിന് നമ്മുടെ പൈലറ്റുമാർ പാകിസ്ഥാൻ വ്യോമാതിർത്തിക്ക് വളരെ അടുത്ത് തന്നെ എത്തേണ്ടതുണ്ട്. ഇവിടെ ചൈനയുടെ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ വെടിവെക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഇന്ത്യ ഇപ്പോൾ വാങ്ങിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന എയർലോറ എല്ലാം മാറ്റിമറിക്കുന്നത്. 400 കിലോമീറ്റർ അകലെ നിന്ന് പോലും ശത്രുക്കളെ നശിപ്പിക്കാൻ എയർലോറയ്ക്ക് കഴിയും. മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഭൂഗർഭ ബങ്കറുകൾ എന്നിവയെല്ലാം നശിപ്പിക്കാൻ എയർലോറയ്ക്ക് സാധിക്കും. അടുത്തതാണ് ഐസ് ബ്രേക്കർ. റഫേൽ സൃഷ്ടിയായ ഐസ് ബ്രേക്കർ ക്രൂയിസ് മിസൈലിനെ 300 കിലോമീറ്റർ അകലെയുള്ള
കര കടൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഇതിനെ ഏറ്റവും സവിശേഷമാക്കുന്നത് ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഈ ഐസ് ബ്രേക്കർ ഇൻഫ്രാറെഡ് ക്യാമറകളും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കും. ശത്രുക്കളുടെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിന് താഴേക്ക് പറക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മഴയിലും വെയിലിലും പകലും രാത്രിയും ഇത് പ്രവർത്തിക്കും. കൂടാതെ എന്താണ് ആക്രമിക്കേണ്ടതെന്ന് സ്വയം തിരിച്ചറിയാനും ഇതിന് സാധിക്കും. അതെ, ആധുനിക യുദ്ധത്തിൽ ശത്രുക്കൾ നിരന്തരം സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അന്ധമാക്കാനും ശ്രമിക്കുന്നിടത്തെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ഉണ്ടായിരിക്കുന്നത് വിലമതിക്കാനാവാത്ത ഒരു നേട്ടം തന്നെയാണ്. ഇങ്ങനെ ഈ സ്മാർട്ട് ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇന്ത്യ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, പോരാടുന്ന രീതി കൂടി ഇന്ത്യ മാറ്റുകയാണ്. അതെ, പഴയ വഴി എന്നത് അടുത്തേക്ക് പറഞ്ഞ സാഹസികത ഏറ്റെടുക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ പുതിയ വഴി എന്നാൽ ദൂരത്തേക്ക് പറക്കുമ്പോൾ സുരക്ഷിതരായിരിക്കുക എന്നതാണ്. ശത്രുക്കൾക്ക് തടസ്സമാകാൻ സാധ്യതയുള്ള GPS-നെ ആശ്രയിക്കുക എന്നതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും പ്രവർത്തിക്കുന്ന സ്മാർട്ട് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറ്റി ചിന്തിച്ചിരിക്കുന്നു. ശത്രുക്കളെ 2 തവണ കൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആയുധ ശേഖരം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.